ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. ഞാൻ പറയട്ടെ, ഞാൻ അപ്പോൾ മൈൻക്രാഫ്റ്റിൽ മോഡ് പാക്ക് ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ മോഡ് പാക്ക് ഒക്കെ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ മൈൻക്രാഫ്റ്റിൽ ജുറാസിക് പാർക്കിൻ്റെ മോഡ് പാക്ക് ആയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ജുറാസിക് പാർക്ക് 1993 സിനിമ ഉണ്ട്, ആർക്കറിയും? ജുറാസിക് പാർക്ക് സൈറ്റ് എ, അതായത് ഇസ്ലാ നുബ്ലറിലാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ മിഷനില്ലത്. ഓക്കെ, ഈ വേൾഡിൽ ഡൈനോസോഴ്സ് പല സ്ഥലത്തായിട്ട് സ്പോൺ ആകും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ മെയിൻ ടാർഗറ്റ് വെച്ചാൽ ടീറക്സ് കഴിക്കാൻ. ഓക്കെ, ടീറക്സിനെ പിടിക്കാന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ടാർഗറ്റ്. അതായത് ടീറക്സിനെ കൊല്ലാന്നില്ലല്ല, ടീറക്സിനെ പിടിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു കേജ് ഉണ്ടാക്കണം, എന്നിട്ട് ടീറക്സിനെ അതിൽ പിടിച്ച് ലോക്ക് ചെയ്യാം. ഇന്നത്തെ മിഷൻ അതല്ലേ. പക്ഷേ ഈ വേൾഡ് മാപ്പിൽ പല ടൈപ്പ് ഡൈനോസോഴ്സ് ഉണ്ടാവും. അതിനൊക്കെ സർവൈവ് ചെയ്ത് നമ്മളെ മിഷൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ടാർഗറ്റ്. ഓക്കെ അതാ നമ്മളിപ്പോൾ വേൾഡിൽ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ടീറക്സിന് ട്രാപ്പ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് നമ്മളെ ഫുൾ ബോഡി അയൺ ആർമർ ആക്കാൻ നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബേസിക് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കട്ടെ. നമുക്ക് തൽക്കാലത്തിന് ഒരു ആക്സും ഒരു പിക്ക് ആക്സും മാത്രം മതി. ഓക്കെ, അവിടെ എന്തോന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കുറേ വൂള് പോലുള്ള സംഭവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിറച്ച് വൂളല്ലേ. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് എന്താ നോക്കണം കേട്ടോ. ഇത് വൂളന്നല്ലേ? ഇത് വൂളന്നല്ലേ? ഓക്കെ, വൈറ്റ് വൂൾ. ഓ, അപ്പോൾ ഇത് മൂന്നെണ്ണത്തെ നമുക്ക് ബെഡിനാണ്. ഓ, പിന്നെ ജസ്റ്റ് വെയിറ്റ്, ഒരു കാര്യം പറയണ്ടേ. നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ടോ? ഇത് നമുക്ക് കണ്ട അയൺ പോലെ തോന്നും, പക്ഷേ ഇത് അയണല്ല, ഇത് ഫോസിലാണ്. ഇത് അയണിനെ പോലെ വേറൊരു സാധനമാണ്, ഫോസിൽ എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് ഈ പിക്കാക്സ് കൊണ്ട് കുഴിച്ച് കാണിച്ചില്ല. നമ്മുടെ കയ്യിലെ പിക്കാക്സ് മറ്റേതായിരിക്കണം, സ്റ്റോണിൻ്റെ ആയിരിക്കണം. ഓക്കെ, ഇതൊരു ഇഗ്ലൂ പോലെ, പക്ഷേ ഇഗ്ലൂവിൻ്റെ ടൈപ്പല്ല. അല്ല, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ മോഡ് പാക്കിലുള്ള ഓരോ കാര്യങ്ങൾ, പക്ഷെ എനിക്ക് എന്താണെന്ന് നോ ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആടുകൾ തപ്പെടുക്കണ ആവശ്യമില്ല, നമുക്ക് ബെഡ് ഇട്ടിട്ടുണ്ട്. സോ വി ആർ ലക്കി. ടോർച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ഞാൻ പറയുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ട്രീ ഹൗസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡൈനോസർ പറ്റയ്ക്കാൻ വന്നിരിക്കോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രീ ഹൗസ് ഉണ്ടാകുമ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മേലേക്ക് വലിഞ്ഞു കയറാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറേയൊക്കെ സേഫായിട്ട് നിൽക്കാം. പല ടൈപ്പ് ഡൈനോസർ വരുന്ന നമുക്ക് മേലെ കയറിയിട്ട് സേഫ് ആകാൻ പറ്റും. ഓക്കെ, പക്ഷെ ബെറീസ് കിട്ടുമല്ലോ ഈ സ്ഥലത്ത്. നമുക്ക് നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്? 44. ഇത് നമുക്ക് ആവശ്യം വരും. കാരണം വെച്ചാൽ ഈ ഡൈനോസേഴ്സ് നമ്മളെ ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽത്ത് വെറുതെ പോകും. മനസ്സിലായോ? അപ്പോൾ ഈ സ്പ്രൂസിൻ്റെ ഇതുണ്ട് തന്നെ നമുക്ക് നല്ലതാണ്, കയ്യിൽ വെക്കണം, നല്ലത്. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് നല്ലൊരു ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ടീറക്സിൻ്റെ ട്രാപ്പ് സെറ്റ്. ഇതാണ് നമ്മളെ പ്ലാന്. ശരിക്കും കേട്ടോ, ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ. ഇവിടെ നമുക്ക് ടീറക്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വെക്കാം. ഒരു കേജ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം ഏകദേശം. ഇത് കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എടുത്തില്ല ഏതെങ്കിലും ഒരു മരത്തിന് മേലെ ഒരു ട്രീ ഹൗസും കയറ്റി വെക്കണം. അതെന്താ? ബ്രാച്ചിയോസോറസ്. നിങ്ങൾക്ക് ജുറാസിക് പാർക്കിൻ്റെ സിനിമ കണ്ട ആൾക്കൊക്കെ മനസ്സിലാവും ഇത് ഏതാ ഡൈനോസർ എന്ന്. ജുറാസിക് പാർക്ക് ഫാൻസ് എന്തായാലും മനസ്സിലാവും. ഇതേതാ ഡൈനോസർ എന്നറിയോ? നമ്മുടെ മെയിൻ ടാർഗറ്റ് ടീറക്സ്. അതിൻ്റെ അപ്പുറത്തന്നെ എന്താ? ബ്രാച്ചിയോസോറസ്. ഈ ടീറക്സിനെയാണ് നമുക്ക് കേജിലെടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വേണ്ട. നമ്മളങ്ങനെ അതിൻ്റെ എടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ കൂടി വേണം ടീറക്സിനെ. നമ്മളെ ദൂരത്ത് നിന്ന് കണ്ടാൽ തന്നെ നമ്മളെ വെയിറ്റെല്ലാം ഓടുന്നുണ്ട്. ഇതോ നമ്മളെ പ്ലാൻ വെച്ചാൽ അത് നമ്മളെ ചേസ് ചെയ്യുന്ന ടൈം തന്നെ നമ്മളെ കേജിക്ക് തന്നെ കയറ്റുന്നു, നമ്മളതിനെ കേജിൽ ട്രാപ്പ് ചെയ്യുന്നു, നമ്മൾ കേജിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. ഓക്കെ, എന്തായാലും ടീറക്സിനെ ഇടുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് വിട്ടിക്കട്ടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു കടിക്കാൻ നമുക്ക് ഒരു കടി അടിച്ചാൽ തന്നെ നമ്മളെ ഹെൽത്ത് ബാക്കി ഒരു പുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടോ, ബ്രാച്ചിയോസോറസിൻ്റെ ഒച്ചയാണിത്. ആ കഴുത്ത് നിന്നിട്ട് ഡൈനോസറും ടീറക്സും ഒപ്പം നിൽക്കണേ. എന്നാലും അതൊന്നും നല്ല കാര്യങ്ങളല്ല. ഓക്കെ, നമുക്ക് വെച്ചാൽ നമുക്ക് നമ്മളെ വെപ്പൺസ് ഫുൾ സ്റ്റോൺ ആക്കാം. അധികം സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഡൈനോസേഴ്സിനെ നൈറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ വെലോസിറാപ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. വെലോസിറാപ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാലോ, വെലോസിറാപ്റ്റേഴ്സ് എന്താണെന്ന് അറിയോ? ജുറാസിക് പാർക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. ചെറിയ ഡൈനോസേഴ്സ് കയറാം, പക്ഷേ നല്ല അഗ്രസീവ് കയറാം, പിന്നെ നല്ല ബുദ്ധിയാണ്. അപ്പോൾ അടുത്ത് തന്നെ പറയുന്നുണ്ട് വെലോസിറാപ്റ്റേഴ്സിന് ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? നമ്മളെ കയ്യിലുള്ള വെപ്പൺസ് ഫുൾ നമുക്ക് സ്റ്റോൺ ആക്കാം. ഓക്കെ, ഒരു സോഡ് ഉണ്ടാകണം, നല്ലതാണ്. ഒരു മറ്റേ സ്റ്റോണിൻ്റെ പിക്കാക്സ് മസ്റ്റാണ്. പിന്നെ ഒരു ആക്സ് ഉണ്ടാവണം, നല്ലതാണ്. പിന്നെ നമുക്കൊരു ഷവൽ എടുക്കാം. ഓക്കെ, ഷവൽ എടുക്കാം. ഇതാണ് എൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. എൻ്റെ അറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ 3ാമത്തേൽ ഇതും 4ാമത്തേൽ സോഡും 4ാമത്തേൽ ഷവലും ഇതും. എനിക്ക് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ഇഷ്ടം. ഓരോ ശീലങ്ങൾ എത്ര ഉള്ളൂ. ഓക്കെ, നിങ്ങളൊക്കെ ഏതാണ് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ശീലങ്ങളുണ്ടാവും മൈൻക്രാഫ്റ്റിൽ. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് ട്രീ ഹൗസിലെ പരിപാടി നോക്കാം. കാരണം നൈറ്റ് ആയി തുടങ്ങി.
ഈ ജുറാസിക് പാർക്ക് ഒട്ടും സേഫ് അല്ല, നമുക്ക് മനസ്സിലായോ. നമുക്ക് പോയി കാണിച്ചു നമുക്ക് ഇനി ഇഷ്ടം പോലെ വുഡ് കളക്ട് ചെയ്യണം. കാരണം നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കണം, ലാഡർ, ഇതിൽ ഫുള്ള് വുഡിനുണ്ട് നമുക്ക് അത്ര ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് വരെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടോർച്ച് നമ്മളെ റൈറ്റ് ഹാൻഡ് പിടിക്കാം. അപ്പോൾ ടോർച്ച് ഇങ്ങനെ ഇത് ഈ മോഡ് പാക്കിൽ ഞാൻ കൊടുത്തതാട്ടോ. ഇതത് ടോർച്ച് നമുക്ക് ഒരുപാട് ഇട്ട് കളയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ടോർച്ചായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കണ്ടോ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നൈറ്റിലെ സമയത്ത് എനിക്ക് പേടിയാണ്, കാരണം വല്ല ഡൈനോസർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇറങ്ങി മണ്ട് നല്ലത് ഒന്നും ചെയ്യില്ല, കാരണം നമ്മുടെ ട്രീ ഹൗസ് റെഡി ഇല്ല. ട്രീ ഹൗസ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് പാഞ്ഞ് കയറാൻ പറ്റും. ലാഡർ വെച്ചാണ്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ട്രീ ഹൗസ് നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്, 40 ഉണ്ടല്ലോ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇത് മതിയോ. ഇനി നമുക്ക് എന്ത് വെച്ചാറോ, ഇനി നമുക്ക് പറ്റില്ല ഇവിടെ ട്രീ ഹൗസ്, ഇതിൻ്റെ മേലെ ട്രീ ഹൗസ് ഉണ്ടാക്കാം. ഇനി അത് ഉണ്ടാക്കിയിട്ട് മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം അത് ഉണ്ടായിട്ട് മതി. കാരണം എന്തെങ്കിലും സംഭവിച്ചാലും മണ്ടിപ്പാഞ്ഞ് കയറാൻ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണതൊക്കെ എപ്പോഴും നല്ലതാണ്. കാരണം വെച്ചാൽ ഈ ഡൈനോസർക്ക് മരം കയറാൻ പറ്റില്ലല്ലോ, അങ്ങനെ അഡ്വാൻറ്റേജ് മനസ്സിലായില്ലേ. ഡൈനോസേഴ്സിന് മരം കയറാൻ പറ്റില്ല, ശരി പറഞ്ഞാൽ അത് നമ്മളെ ഭാഗ്യം. ഇതുകൊണ്ട് എത്ര എണ്ണം കിട്ടും, 48, അത് മതിയായിരിക്കും. ഇനി നമുക്ക് വെച്ചാൽ നമുക്ക് ഈ ട്രീ ഹൗസിൻ്റെ മേലെ കയറാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. 2 ഉണ്ടായിക്കോട്ടെ, പെട്ടെന്ന് പാഞ്ഞ് കയറുന്ന സമയത്തേക്ക് ഡൈനോസേഴ്സൊക്കെ പെട്ടെന്ന് ബാക്ക് കൂടെ ഇങ്ങനെ ചേസ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പാഞ്ഞാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റപ്പെടുത്തൊക്കെ ഇങ്ങനെ 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 ഇട്ടിട്ട് കയറി പോവാ. ഇത് നല്ല രസമുണ്ടല്ലോ, അത്രയ്ക്ക് രസമല്ല. ഇതെന്താ ഒരു വുഡിൻ്റെ മേലെ ഇപ്പം തന്നെ ചാവ് ചെയ്യാം. മിനിമം ഡിനോജീൻ്റെ കയ്യിലെങ്കിലും ചാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഈ ഹൈറ്റ് മതി എന്നാ, അതിൻ്റെ മേലക്കൊക്കെ വേണം. ഇത് അത്ര ഹൈറ്റ് തന്നെ മതി, ധാരാളം. ഇത്ര ഹൈറ്റൊന്നും ഡൈനോസറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഈ ഹൈറ്റ് അല്ല, നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് പിടിക്കണം, കുറച്ചുകൂടെ ഹൈറ്റ് പിടിക്കണം തന്നെ പിടിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് പണിയണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ ഫെൻസസ് വെക്കണം. ഓക്കെ ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഫെൻസസ് ഒക്കെ 3, 2, 1. ഓക്കെ, 30 ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് വെച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ കവറേജ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ആൻഡ് ഓക്കെ, ഇപ്പം നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് നമ്മൾ ഈ ജുറാസിക് പാർക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണമെന്നുണ്ട്, ഇങ്ങനെ പോകാം. ഓക്കെ, ശരി. ഇനി അതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിരിക്കട്ടെ. ഓഹ്, ഇനിയിപ്പോൾ ആരെങ്കിലും കയറി വരുമ്പോൾ ഒന്ന് ഹൈഡ് ചെയ്യാനൊരു പ്ലേസ് ഉണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഒക്കെ നമ്മളെ ബെഡ്, കാരണം വെച്ചാൽ ഇനി ഇതാണ് നമ്മളെ റീസ്പോൺ പോയിന്റ്. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മളെ ബേസിക് ട്രീ ഹൗസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ടോർച്ചിനൊക്കെ നൈറ്റിൽ നമുക്ക് കുറച്ച് സുഖമായിരിക്കും. ഓക്കെ, ഇവിടെ ഈ ഹോൾഡർ ഇങ്ങനെ പോയിന്റ് അടിക്ക് ഇറങ്ങാം, മേലെ കയറുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ കേജ് ഉണ്ടാക്കണം, ടീറക്സിനെ കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് ഈ വേൾഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അവിടെ ഈ ട്രീ ഹൗസിൻ്റെ മേലെ തന്നെ ഡൈനോസേഴ്സിനെ ഇങ്ങനെ നിരീക്ഷിക്കാൻ എന്ത് രസമാണ്. സത്യം പറയാം, ഇങ്ങോട്ട് പോയി കളിച്ചാൽ മസ്റ്റ് ആയിട്ട് കളിച്ചേക്കും. വേറെ ലെവൽ ക്രേസ് എനിക്ക് ഈ ഒരു മോഡ് പാക്കിനായിട്ട്. അതൊക്കെ ആ ബ്രാച്ചിസോറസിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം നമ്മൾ ഈ നിൽക്കുന്ന ടോപ്പിലെ ഹൈറ്റ്, നമ്മൾ അത്യാവശ്യം വലിയ മരത്തിൻ്റെ മേലെ ട്രീ ഹൗസൊക്കെ പണിത് വെച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, പക്ഷെ അതിൻ്റെ ഹൈറ്റൊക്കെ അത് ഇവിടെ ബ്രാച്ചിസോറസ് അവിടെ പോയി ഇതാ ഇനി നമുക്ക് ഈ വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ വെച്ചാൽ ഇനി എടുത്തു വല്ല കേജോ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കണം കേട്ടോ. കാരണം വെച്ചാൽ അങ്ങനെ വല്ലതും ഉണ്ടല്ലോ. ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് അയണും ഇതൊക്കെ എടുക്കാം, അത്യാവശ്യം അയണും ഇതൊക്കെ എടുക്കാം. നമുക്ക് ട്രാപ്പ് ഡോറിന് അയണും. അവിടെ ഒരു ഡൈനോസർ ജസ്റ്റ് ചെയ്തത്, അവിടെ ഒരു ഡൈനോസർ ഉണ്ട്. അതിൻ്റെ ഫേസ് കാണിച്ചാൽ ഇത് കണ്ട ഒന്നായിട്ട് നമ്മൾ ഈ മരക്കട വീണെടുക്കണുണ്ടോ. ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് ട്രൈസെറാറ്റോസോറസ്. ഓക്കെ, ഇത് ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കണോണ്ടാ മോനെ. ഇതെങ്ങാണ് നമ്മളെ കണ്ടാൽ
ഞാൻ പറയുമ്പോൾ നമുക്ക് ഈ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമം ഒരു അയൺ ആർമറെങ്കിലും ആയിട്ട് നമുക്ക് ചെയ്യാം. അതാണ് സേഫ് ആയിട്ടുള്ള കാര്യം. ഇപ്പോഴേ എടുത്ത് ചാടേണ്ട സെമിയിലെ ഞാൻ എന്നോട് തന്നെ പറയട്ടെ. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ ടൈപ്പ് ഡൈനോസേഴ്സ്. അവിടെ ഒരു സെറാറ്റോസോറസ്. അതും കടന്നുറങ്ങാം കേട്ടോ സാർ. എനിക്കിതിൻ്റെ അടുത്തേക്ക് പോകാൻ തീരെ ധൈര്യമില്ല. ഇത് ഏകദേശം ടീറക്സ് പോലെ തന്നെ. ടീറക്സിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കിടക്കുന്ന സാധനം. പക്ഷേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഇതായില്ല ഒന്നായിട്ട്. ഇതും തന്നെ മരങ്ങളൊക്കെ പൊള്ളിച്ച് അത് ഈ ചെറിയ ട്രീ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മരത്തിനായിട്ട് ഹൈഡ് ചെയ്യാൻ കഴിയൂല. നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ എന്നാൽ നമുക്ക് നമ്മളെ ട്രീ ഹൗസിൻ്റെ മേലെ കയറാന്നില്ല മാത്രമേ കയറാൻ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ. ഇതവിടെ ഒരു കേജ്. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുക. അതായത് ഈ മറ്റേ കോള് എല്ലാം. കണ്ടോ, ഇത് അയണല്ല കേട്ടോ, ഇത് അയണല്ല, ഇതാണ് ഫോസിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തോക്കാം. ഇത് ഈ പിക്കാക്സ് ഒന്നും കിട്ടൂലേ കയറാം. അയൺ പിക്കാക്സിനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് അയൺ ഉണ്ട്, നമുക്ക് ഇത് ഫുൾ എടുക്കാം. നമുക്ക് അയൺ ഫുള്ള് സ്മെൽറ്റ് ചെയ്തുണ്ട്. അയണിൻ്റെ ഒരു ആർമറൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വേണേ ഡൈനോസേഴ്സിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ ഒരു കുത്തൊക്കെ കിട്ടിയാലും ചാവാതെക്കും. ഡൈനോസേഴ്സിൻ്റെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും നമ്മൾ ചാവും. കാരണം എൻഡർ ഡ്രാഗനെക്കാളും മറ്റേ ഹെൽത്താണ്. അങ്ങനെ അല്ല ചതികൾ. എൻഡർ ഡ്രാഗനെ കൊല്ലാൻ എത്ര ഇറങ്ങുന്നുണ്ട്. കാരണം എൻഡർ ഡ്രാഗന് അത്രയും ലൈഫ് സ്പാൻ ഉണ്ട്. പക്ഷേ ഇത് ഐനിങ്കാർഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി. നമുക്ക് ഈ കോള് നിറച്ചെടുത്തേക്കാം. കാരണം വെച്ചാൽ നമുക്ക് ആ ഭാഗം മൊത്തം ഒന്ന് ലൈറ്റപ്പ് ചെയ്യണം. അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗം മൊത്തം ലൈറ്റപ്പ്. കാരണം നൈറ്റിൽ ഡൈനോസോഴ്സ് വരെ നമുക്ക് കാണണം. പിന്നെ ടീറക്സിന് ട്രാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ആവശ്യം വരും. ഓക്കെ, ഈ കേവിൽ കുറച്ച് അയൺ ഉണ്ടാവും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതവിടെ അയൺ, ഇതവിടെ നിറച്ച് അയൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ അയണൊന്നും ഇവിടെ നിന്ന് സ്മെൽറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് നമ്മളെ ട്രീ ഹൗസിൻ്റെ മേലെ കയറേണ്ടി അവിടെ നിന്ന് ചെയ്യാം. നമ്മളിനി എല്ലാ വർക്കും ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രീ ഹൗസിൻ്റെ മേലെ പോകേണ്ടി വരും. ഓക്കെ, റെഡ് സ്റ്റോൺ നമുക്ക് ആവശ്യം വരും. എന്തിനാറോ, നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ റെഡ് സ്റ്റോൺ ആവശ്യം വരും. കാരണം ലിവർ വെച്ചാണ്ട് നമ്മൾ ട്രാപ്പ് ഡോർ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്താ റെഡ് സ്റ്റോൺ. റെഡ് സ്റ്റോൺ ഇതുകൊണ്ട് കിട്ടൂലേ. റെഡ് സ്റ്റോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അയണിൻ്റെ പിക്കാക്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ഫർണസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ അയണൊന്ന് സ്മെൽറ്റ് ആട്ടോ ഇതിനുള്ള കിടന്ന് നയിച്ച്. അപ്പോൾ നമുക്ക് ഇനിയും മോർ അയൺ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ള അയൺ ഇവിടെ വെച്ചാണ്ട് ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അതാവട്ടെ. അതിനിപ്പോൾ നമുക്ക് അയണിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, അയണിൻ്റെ ഒരു പിക്കാക്സ് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ റെഡ് സ്റ്റോൺ ഫസ്റ്റ് നമുക്ക് എടുക്കാം. ബാക്കി അയണൊക്കെ നമുക്ക് അങ്ങോട്ട് മേലെ കൊണ്ടുപോകാം. റെഡ് സ്റ്റോൺ നമുക്ക് അത്യാവശ്യം ആവശ്യമുണ്ട്. ഓക്കെ, അത് അത്യാവശ്യം ഉണ്ടല്ലോ അവിടെ. എത്ര 36. കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അയൺ നമ്മൾ ഇനി 10 ഉണ്ട്. ഓക്കെ, നമുക്ക് അയണേ ഒക്കെ നമുക്ക് നമ്മുടെ ട്രീ ഹൗസിൻ്റെ മേലെ സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ അയൺ കൊണ്ട് ഇപ്പോൾ നമ്മൾ റിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഡൈനോൻ്റെ കയ്യിൽ വിടാതെ എങ്ങനെയും ഈ നൈറ്റിലൊന്ന് നമ്മൾ ട്രീ ഹൗസിൻ്റെ മേലൊക്കെ എത്തിക്കിട്ടണം. അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രാച്ചിയോസോറസ് ഇതാണ്. ഇതാ നമ്മളെ ട്രീ ഹൗസ് നൈറ്റിൽ കാണുമ്പോൾ നോക്കാം. നല്ല രസമല്ലേ. ഈ രസമൊക്കെ പോവുക ടീറക്സോടെ എത്തുമ്പോൾ, മനസ്സിലായോ? ോട്ടോ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് സ്മെൽറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാം. അതായിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഫർണസ് ഉണ്ടാക്കാം അവിടെ. ഓക്കെ, ഫർണസ് ഇവിടെ വെച്ച് ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ട കോള ചടി ആണ് മൊത്തം നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ ഈ ട്രീ ഹൗസ് പോയി ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അയണിൻ്റെ ഒരു ചെസ്റ്റ് വളരെ അത്യാവശ്യമാണ് എടുത്തിരിക്കുന്നു. പിന്നെ അയണിൻ്റെ ഷൂസ് എടുത്തു. അയണിൻ്റെ ഓക്കെ, ഇനി അയണ് ബാക്കി സ്മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് അതും പാടെ ചെയ്യാം. ഓക്കെ, അതില്ല ഞാൻ ഇടട്ടെ. അയണിൻ്റെ ഒരു ചെസ്റ്റ്, അയണിൻ്റെ ഒരു ഷൂസ്, അപ്പോൾ അയണിൻ്റെ പിക്കാക്സ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് സ്മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ജുറാസിക് പാർക്ക് നൈറ്റിൻ്റെ ഒരു ഇതല്ലേ. എനിക്ക് സത്യമാണ്, എനിക്ക് ഇവിടുന്നില്ല വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്താ അറിയില്ല, ഈ സൈഡറിന് ഇട്ടുകൊണ്ടുള്ള രസമാണെന്ന് അറിയില്ല.
കാണാൻ നല്ല രസമുണ്ട്, ഇല്ല പറയാലോ. നിങ്ങൾ ആ ക്ലൗഡ് കറക്റ്റ് ചതുര പിന്നെ ആ നക്ഷത്രങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കാമല്ലോ, എനിക്ക് കോംപ്ലിമെൻ്ററി റീമാജിൻ്റെ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡർ. ഞാൻ ഇപ്പോഴത്തെ ഷെയ്ഡറാണ് എനിക്ക് ഏറ്റവും ഓവറാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ആരാ? ഇതിൽ ഡൈനോസേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നാളത്തെ ദിവസമാണ് നമ്മൾ ഈ ഡൈനോസേഴ്സിനോട് പോയി ഉടക്കാൻ പോകണത്. ഓക്കെ, നാളത്തെ ദിവസം അത്ര രസമല്ല. ഇത് ഏത് സ്ഥലം മനസ്സിലായോ? നാളത്തെ നമ്മൾ കണ്ട ഇഗ്ലു അല്ല സോറി, ആ വൈറ്റ് വൂളോണ്ട് ഉണ്ടാക്കിയ സംഭവം. ഓക്കെ, ഇവിടെ ഇപ്പം ഒരു ഡൈനോസറിന് കാണാനല്ല. ഓക്കെ, ഈ കാട്ടിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡേ 2 ഓഫ് മൈൻക്രാഫ്റ്റ് ജുറാസിക് പാർക്ക്. ഓക്കെ, ഡേ 2 ആയി. നമുക്ക് കുറച്ചും പാടെ എടുക്കാം. ഇനി നമുക്ക് ടീറക്സിൻ്റെ കേജ് ഉണ്ടാക്കൽ പരിപാടികളിലേക്ക് പോകാം. ഓക്കെ, നമുക്കിനി ഒരു ഫാൻ്റെ ആവശ്യമല്ലേ ഉണ്ട്. ഒരു ഹെൽമെറ്റും പാടെ കിട്ടിയാൽ നമ്മളെ ഫുൾ ബോഡി ആണായോ, ഒരു ഹെൽമെറ്റും പാടെ കിട്ടണം. ഓക്കെ 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 നീ ഫുൾ ബോഡി ജസ്റ്റ് മടന്നായിക്കോട്ടെ കേട്ടോ. 4 ഒന്നും പാടായാലേ നമുക്ക് നമ്മളെ ഫുൾ ബോഡി അയൺ ആർമറായി മൈൻക്രാഫ്റ്റ് ജുറാസിക് പാർക്കിൽ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇവിടെ ഓക്കെ, അപ്പം നമ്മളെ ഫുൾ ബോഡി അയൺ ആർമറായിട്ട് ഞാൻ കാണിച്ചു തരട്ടോ. ഇത് ഭയങ്കര രസമാട്ടോ, അത് കാണുമ്പോൾ ഫുൾ ബോഡി അയൺ ആർമർ ഭയങ്കര രസമാണ്. ഞാൻ കണ്ടോ നമ്മൾ ഫുൾ ബോഡി അയൺ ആർമറാക്കി. ഈ F5 നോക്കുമ്പോൾ വ്യൂ പോയിന്റ് മാറുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ ബാക്ക് വ്യൂ, ഒന്നിത് ഫ്രണ്ട് വ്യൂ, ഒന്ന് നമ്മളെ നോർമൽ വ്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് പ്ലാൻ? ഓക്കെ, ഈ അയൺ മൊത്തം സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ഏതെങ്കിലും നമുക്കൊരു ആക്സ് എടുക്കാം അയണിൻ്റെ. ഓക്കെ, അയണൊരു ആക്സ് കൊടുത്ത് കേട്ടോ നമ്മുടെ കയ്യിൽ. കാരണം വെച്ചാൽ നമുക്ക് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വുഡ് നമുക്ക് കളക്ട് ചെയ്യണം. ഒരു ഷീൽഡ് അത്യാവശ്യം. ഓക്കെ, ഒരു ഷീൽഡും ക്രാഫ്റ്റ് ചെയ്യാം ഇപ്പോൾ. കാരണം ഒരു ആർമറിൻ്റെ നമ്മളെ ഷീൽഡിന് അത്ര നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യട്ടെ. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. നമുക്ക് ജസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്കിവിടെ കുറച്ച് വർക്ക് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് ലൈറ്റപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ നൈറ്റിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, പെട്ടെന്ന് കണ്ണാണ് കഴിയും. നമുക്ക് പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് നമ്മളെ ബേസ് ഇവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ബ്രാച്ചിയോസോറസ്. ഈ ബ്രാച്ചിയോസോറസ് അല്ലാത്ത വേറെ എന്തെങ്കിലും എന്താ കാണാത്ത? ഇത് അവിടെ എന്ന് പറഞ്ഞു, അത് നമ്മൾ ടീറക്സ് അവിടെ നമ്മളെ മെയിൻ ടാർഗറ്റ് ഇതാ അവിടെ നിൽക്കണേ. ഇത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു വരവ് എഴുതി കൂടെ. അപ്പോൾ ആ വരവിൽ നമ്മൾ അതിനെ ഇവിടെ കാണുന്ന കേജിൽ കൊടുക്കുക എന്നതാണ് നമ്മൾ ടാർഗറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ടീറക്സ് നമ്മളെ കടിച്ച് കൊല്ലാം, അങ്ങനെ പലതും സംഭവിക്കാം. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഒരു കേജ് ഉണ്ടാക്കാം, ടീറക്സിന് മറ്റൊരു കേജ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കാം. ഞാൻ കാണിച്ചുതരാം എങ്ങനെയൊക്കെ ആ ട്രാപ്പ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഇനി കുറേ വുഡ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ വുഡ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ടു എൻ്റെ ബാക്കിൽ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭാഗ്യത്തിന് അത് ആ മരത്തിനടിയിൽ കുടുങ്ങിട്ടോ. ജസ്റ്റ് അതായത് നമുക്ക് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇനി ടീറക്സിനെ ഹണ്ട് ചെയ്യാമല്ലോ. അപ്പം കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. ഇത് നമ്മളെ കണ്ടു. ഇതൊന്ന് ജസ്റ്റ് വെയിറ്റ്. അത് കാണാതെ നൈസിൽ ഇത് എത്ര കാലം വുഡവിടെ മറച്ചിട്ടിരിക്കണോക്കാ. ഇതൊരു ടാങ്കർ പോയ സാധനം കേട്ടോ. ഇതിനെ പോയത് ചൊറിഞ്ഞു നോക്കണോ ഒരു രസത്തിന്? വേണോ? ഞാൻ കണ്ടു മോനെ. അത് കണ്ട ഒരു വരവാണ്. പക്ഷെ എന്തിപ്പോ വെയിത്തല കൂടാത്ത ആലോചിക്കണേ. ഇതെന്താ പാവായോ? സാധാരണ കണ്ടല്ലോ, സത്യം പറയല്ലോ. അത് കണ്ട് ഞാൻ ആകെ വെയിത്തല കൂടി അലമ്പാക്കി. ഇപ്പൊ എന്തോ അത് അധികം അതിന്റെ കുത്തിനെ തെറിച്ചുണ്ടോ? എന്നെ ചേസുണ്ട്, ബാക്കിൽ ചേസുണ്ട് ഉറപ്പാ. അപ്പൊ ഇരുന്ന് ഒച്ചണ്ടോ? നമ്മൾ ട്രീ ഹൗസ് പോട്ടെ ട്രീ ഹൗസ് പോട്ടെ കയറിക്കോ. അത് നാർത്തിന്റെ കുത്തിപ്പോയാ പൊന്തി. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ. ഞാൻ ജസ്റ്റ് ഇങ്ങൊക്കെ ഒന്ന് കാട്ടിത്തരാൻ, ഇയാൾ എത്രത്തോളം അഗ്രസീവാണെന്ന് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി ചെയ്താ.
എനിക്ക് മതിയായി. അല്ല ഇനി ആരെങ്കിലും താഴെ ഇറങ്ങും, അത് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇനി ആരെങ്കിലും താഴെ ഇറങ്ങും. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും താഴെ ഇറങ്ങും. ജസ്റ്റ് വീട്ടേ അതവിടുന്ന് പോയല്ലോ നോക്കണം കേട്ടോ. ഓ അവിടെ നമ്മൾ അഞ്ഞ് കാണണ്ട, അന്ന് ആരത്തെ കുത്തിയപ്പോൾ നമ്മൾ തെറിച്ചുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് അതിനെ മൈൻഡാക്കേണ്ട അധികം. അതിൻ്റെ പാട്ടിൽ പോയിക്കോട്ടെ, അതിനൊന്ന് കളിച്ചാന്ന് കണ്ട മനസ്സിലായി. ഒരൊട്ട കളിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഓക്കെ, നമുക്ക് നൈസിലൊരു കാര്യം ചെയ്യില്ല. നമുക്കിനി ഒരുപാട് വുഡ് എടുത്താണ്ട് ടീറക്സിനുള്ളൊരു കേജ് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ടീറക്സിന് ഒരു പണി നമുക്ക് കൊടുക്കണം. ടീറക്സ് നമ്മളെ ചേസ് ചെയ്യാൻ വരുമ്പോഴല്ലോ മോനെ, ഈ ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ കുലുങ്ങും. അതുണ്ടല്ലോ ഗ്രൗണ്ട് മൊത്തം തന്നെ കുലുങ്ങും. നമ്മൾ ആ മൂവിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടീറക്സ് വരുമ്പോൾ അവിടെയുള്ള ഗ്രൗണ്ടുകൾ. അപ്പോൾ നമ്മൾ ഈ വേൾഡിൽ കുലുങ്ങും. അത് റോർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ കാട്ടിത്തരാം. നമുക്ക് പിന്നെ നമുക്കൊരു അയൺ ഡോറിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് എന്തിനാണ്, ഞാൻ നേരത്തെ ഈ റെഡ് സ്റ്റോൺ എന്തിനാണെന്ന് പറഞ്ഞ് മനസ്സിലായോ? ലിവർ വെച്ചുകാണ്ട് ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ മെക്കാനിസം എനിക്ക് പറഞ്ഞുതരാം. ഞാൻ എന്താണ് ഒരു ട്രാപ്പ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് നമുക്ക് ആദ്യം ഈ വുഡ് ഫുൾ എടുത്താണ് നമുക്ക് ഈ വുഡ് ആക്കാം. അപ്പം നമുക്ക് കുറച്ചും പാടെ ക്വാണ്ടിറ്റി കിട്ടിക്കോളൂ. ഓക്കെ, കാരണം നമുക്കിതിൽ ഇഷ്ടം പോലെ ആവശ്യമുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്തിരി ഉണ്ടല്ലോ. നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസ് വെച്ച് നോക്കാം. ഏകദേശം ടീറക്സിന് കയറാനൊരു സൈസ് വെച്ചാണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഏതോ ഡൈനോസർ എടുത്തുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ട്രീ ഹൗസ് അവിടെ ഉണ്ട്. അതാ മോനെ, ഇത് ശ്രദ്ധിച്ചോ? ആ സൺലൈറ്റിൻ്റെ അടിയിൽ കൂടെ നോക്കാം, അത് ശ്രദ്ധിച്ചോ? ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പം ഇത് രണ്ടെണ്ണം ഇനി ഇങ്ങനെ കുറച്ച് ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് അവിടെയും വെക്കാം. ഓക്കെ, ഓക്കെ, ഹെവി ഗോ. ഇപ്പം ഇങ്ങനെ ആയിട്ട് ഇനി ഞാൻ പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ടീറക്സ് ഏത് ഭാഗത്താണ് ശരിക്കും? ഈ ഭാഗത്തല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കാരണം ടീറക്സ് ഇങ്ങോട്ട് വണ്ടി വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വേണം നമുക്ക് നമ്മൾ അയണിൻ്റെ ഡോർ വെക്കണം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇനി നമുക്ക് ഫെൻസസ് വെക്കണം. ഫെൻസസ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ഐറ്റം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് ഫുള്ള് ഈ ടീറക്സിൻ്റെ കേജ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഡേ 3 എത്ര ദിവസം എടുക്കും നമുക്ക് നോക്കാം. തെരിസിനോസോറസ് അല്ലോ, ഇതാ നഖം, നല്ല നീണ്ട നഖല ഡൈനോസർ അല്ലേ? ഇത് തെരിസിനോസോറസ് ആണ്. ഇതും എക്സ്ട്രീംലി ഡേഞ്ചറാണ്. പക്ഷെ ഇത് അത്രയ്ക്ക് അഗ്രസീവ് അല്ല. നമ്മൾ കണ്ടാൽ തന്നെ കഴിച്ചില്ല. അങ്ങോട്ട് വല്ല മിസ്റ്റേക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടൂല. ഓക്കെ, പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. അവിടെ അതൊരു ബ്രാച്ചിയോസോറസ് ഉണ്ട്, ഇവിടെ അതാ തെരിസിനോസോറസ് ഉണ്ട്. ഈ ഡൈനോസോഴ്സിൻ്റെ പേരൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേട്ടോ. നമ്മൾ കണ്ടത് ആ ഭാഗത്ത. അപ്പോൾ ഇതിൽ കൂടെ വരാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെക്കാം. ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടാവും ടീറക്സ്? 3, 4, 5 ഈ ഹൈറ്റിൽ തന്നെ ഈ ഫെൻസ് വെക്കാം. കാരണം അതിന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇവിടെ ആയിരിക്കണം നമ്മുടെ ട്രാപ്പ് ഡോർ വരേണ്ടത്. ഇവിടെ ആയിരിക്കണം നമ്മുടെ അയണിൻ്റെ ട്രാപ്പ് ഡോർ വരേണ്ടത്. ഓക്കെ, നമുക്കൊരു അയൺ ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ശരി, അല്ലോ തെരിസിനോസോറസ് അയൺ പോയി ഒന്ന് കുണച്ച് നോക്കണം. വെറുതെ പോയി മുട്ടി നോക്കണോ? വെറുതെ ചെയ്തേക്കാം. വേണ്ട, പേടിയാണ്. അല്ലോ ഇതിൻ്റെ എന്തൊരു ക്രീപ്പിയാണത്. പക്ഷെ ഇത് അങ്ങോട്ട് ചെയ്യാതെ ഒന്നും ഇങ്ങോട്ട് ചെയ്യില്ല. അതാണ് ഭാഗ്യം. ഇതെന്തൊരു ക്രീപ്പിയൊക്കെ. അതിനെ നഖം നോക്കാം. അതിന് ജസ്റ്റ് ഇത് നഖം നോക്കാം. നേരത്തെ
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടീറക്സ് കേജ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ടീറക്സിനിട്ട് കൂട്ടാൻ പോകണം. ഓക്കെ, എനിക്കൊരു അയൺ കേജും പാടെ ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഈ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒരു അയൺ കേജും പാടെ ഉണ്ടാക്കണം എനിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു അയണിൻ്റെ ഒരു ഡോർ വാങ്ങണം. ഓക്കെ, അയൺ ഡോർ അവിടെ സെർച്ച് ചെയ്തോ, അയൺ സെർച്ച് ചെയ്തോ. ഓക്കെ, അയൺ, ഇതാ ഒരു അയൺ ഡോർ. 3 ഇത്ര 3 അയൺ ഡോറൊക്കെ എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എനിവേ 1 വെച്ച് 3 തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കയ്യിൽ ഇപ്പോൾ റെഡ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഞാൻ ഇനി കാണിച്ചു തരാം. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നമുക്കൊരു ലിവറും പാട് ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടോണ്ടി. ഇതൊക്കെ നമ്മൾ ചെയ്യും, അവസാനം എല്ലാം പാളിപ്പോയി അവസാനം എല്ലാം പറയരുത്, അത്രേ ഉള്ളൂ. ലെവൽ. ഓക്കെ, ഇതും ഒരു എണ്ണം വേണം. ഇനി ഇതിൻ്റെ 3 കളി. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഏകദേശം ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മൾ ട്രാപ്പിൻ്റെ പ്ലാൻ, അൾട്ടിമേറ്റ് ട്രാപ്പ് പ്ലാൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ടീറക്സിന് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നാലും എനിക്ക് പുറത്ത് കൊല്ല വഴിയാണ് ഇത്. ഓക്കെ, ഞാൻ ഇതുവഴി ടീറക്സിന് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിച്ച് ഞാൻ ഇതുവഴി ഇതിനുള്ളിൽ കൂടെ പുറത്ത് ഇറങ്ങും. എന്നിട്ട് അപ്പോൾ അവിടെ ഉള്ള ഡോർ ക്ലോസ് ആണ്. അതാണ് പ്ലാൻ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആലോചിച്ചാൽ നമ്മളെ ഇതിവിടെ ഫിക്സ്. ഓ, 2 അറിയാതെ വീണ് പോയല്ലോ. ഈ അയൺ ഡോർ ഇങ്ങനെ കിട്ടില്ല, പെട്ടെന്നൊന്നും കിട്ടില്ലേ, കുറച്ച് ടൈം എടുക്കില്ല ഇത് കിട്ടാൻ. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ റെഡ് സ്റ്റോണിൻ്റെ ഇതിങ്ങനെ കൊണ്ടുപോയി ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്നാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ ഓടി രക്ഷപ്പെടാനുള്ള ഭാഗം നമുക്ക് ഇതാക്കി മാറ്റാം. ഓക്കെ, ഇവിടെ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിക്കോളും. ഇനി അടുത്ത വെച്ചാൽ ടീറക്സിനെ പോയിട്ട് തപ്പുക എന്നുള്ളതാണ് പ്ലാൻ. എന്താവുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം വെച്ചാൽ ടീറക്സാണ് എപ്പോഴും എന്തും അതായത് ആകെ കടന്ന് ആക്രാന്തി കയറായിന്. നിങ്ങൾ കണ്ടോണ്ടി, ഞാൻ പറയണ പോലല്ലോ മോനെ, നിങ്ങൾ കണ്ടോണ്ടി. കണ്ടോ, ഇപ്പം ഈ ഡോർ തുറന്ന് കിടക്കി കയറാം. അതായത് ഇതിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ടീറക്സിനെ എൻ്റെ പിന്നാലെ കൊണ്ടുവരിക. അപ്പോൾ ടീറക്സ് വെയ്ത്താലെ വന്ന് അവസാനം ഞാൻ ഇവിടെ എത്തലും ടീറക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറലും ഞാൻ നേരെ ടീറക്സ് ഇതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുള്ളിൽ കയറാണ്ട് ഡോർ ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീറക്സിന് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ തിരിച്ച് പുറത്ത് വരാൻ കഴിയില്ല. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെയാണ് ആ ദിവസം നമ്മൾ മൈൻക്രാഫ്റ്റിൽ ടീറക്സിനെ ചേസ് ചെയ്യുന്ന ദിവസം. അതാണ് നാളെ രാവിലെ. ഓക്കെ, നമുക്ക് നോക്കാം എന്താവും നോക്കാം. ഞാൻ എൻ്റെ പ്ലാൻ മനസ്സിലാവും. ഞാൻ നേരെ വണ്ടുന്നു, എന്നിട്ട് നേരെ ഈ ലിവർ ഓൾറെഡി തുറന്ന് ഇറക്കി തരാം. അപ്പോൾ ഈ തുറന്ന് ഇറക്കുന്ന ലിവറിൻ്റെ ഉള്ളിൽ നേരെ ടീറക്സ് വരുന്നു. നമ്മൾ നേരെ മണിയുടെ ലിവർ ഒറ്റ അടക്കൽ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ടീറക്സ് ഉള്ളിൽ കയറിയിരിക്കണം പെർഫെക്റ്റ് ആയിട്ട്. എന്നിട്ട് അടയും വേണം. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പിന്നെ എന്താവും നമുക്ക് പറഞ്ഞാൽ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടോ. ഞാൻ പോയണ്ട് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യട്ടെ. ഈ ട്രീ ഹൗസ് ഇവിടെ എടുത്തില്ല എൻ്റെ ആപ്പാടെൻ്റെ ഒരു ധൈര്യം. കാരണം എന്തെങ്കിലും പേച്ചാൽ നേരെ ഇതിൻ്റെ മേലെ കയറി കൂടുക. ഓക്കെ, ഇനി നമുക്ക് ഷീൽഡൊക്കെ കൈ പിടിച്ച് ടീറക്സിനെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോവാം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മളെ കയ്യിൽ വേണ്ടത് ഷീൽഡ്, ഇത് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, പോട്ടെ. ടീറക്സ് എന്ത് നമ്മൾ ചെയ്തു നമുക്ക് നോക്കാം. ഇതാ ടീറക്സിൻ്റെ കേജ് ഏകദേശം നല്ല ഹൈറ്റൊക്കെ അല്ലേ, 1 3 4 5 ഒരു 6 ഇത് ഹൈറ്റ് ഉണ്ട്. അത്രയൊക്കെ വരുള്ളൂ കാര്യം ടീറക്സ് ഏകദേശം. ഈ ടീറക്സിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് ടീറക്സിനെ നമ്മളായിട്ട് നമ്മളെ കേജിക്ക് വിളിച്ചിരുത്തണം. ഓക്കെ, നമ്മളെ കാണൂല, അത് ആ ദൂരത്ത് നിൽക്കുന്ന പണ്ടാറ. അത് മോനെ ഇത് മാസീവായിട്ടുള്ള സാധനമൊക്കെ, അത് മാസീവാണ്. നേരെ നിൽക്കണം. ഓ, സ്ക്രീനിങ്ങനെ ഷെയ്ക്കാണോ നിങ്ങള്? ഇതിപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ താനെ ചേസ് ചെയ്തോളും. പക്ഷെ നമ്മൾ വല്ലാതെ എടുത്തു വന്ന് കണ്ടു കഴിഞ്ഞാലും സീനാണ്, മനസ്സിലായില്ലേ? റോറാണ്, എനിക്ക് പേടിയുണ്ട്. തന്നെ നമ്മൾ നേരെ മണ്ടുന്നു. കേജ് എവിടെ, നമ്മളെ കേജൊക്കെ എവിടെ?
ഓക്കെ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ വണ്ടിയാണ്, അവിടെയാണ് നമ്മൾ കേജ്. ഓക്കെ അത് ഓർമ്മിക്കണം. ആദ്യം ഞാൻ ഈ വഴിയൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കി വെക്കട്ടെ കേട്ടോ, കാരണം നമ്മളെ ലാസ്റ്റ് മിഷനല്ലേ ഈ ഒരു ഇത്. ഓക്കെ നേരെ പോകുന്നു, അതിൻ്റെ ഉള്ളിൽ കയറുന്നു. ഓക്കെ അത് അടക്കുന്നു. ഓ കുറച്ച് ധൈര്യവും വേണ്ടത് ചെയ്യാൻ, സത്യം പറയാലോ. കാരണം ടീറക്സ് വൈത്താൽ കൂടുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ പറക്കും ആണെങ്കിൽ. ഈ മോഡ് പാക്കിൽ എന്തായാലും ഹങ്കർ കൂടുതലാണ് ക്യാരക്ടറിന്. എന്തായാലും നമുക്ക് ഇനി ടീറക്സിൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റാം, അല്ലാതെ വേറെ വഴിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചത്തുന്ന് വരും കേട്ടോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ബ്ലോക്ക് കയ്യിലെടുത്താ നല്ലോണം ഒരു ബ്ലോക്ക്. ഓക്കെ ഈ വുഡ് എടുക്കുക. ഓ ടീറക്സിന് അങ്ങോട്ട് പോയി ചെല്ലുന്ന അവസ്ഥ നിങ്ങളത് ആലോചിച്ച്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിന്നാലെ ചേസ് ചെയ്യാന്നുള്ളൂ. പക്ഷെ അതൊന്ന് കണ്ടു കിട്ടണം. ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ അറക്കത്തൊക്കെ വരുമ്പോൾ നമ്മളെ ഹെൽത്ത് പറയാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ചേസ് ചെയ്യാന്നറിയോ, ആ വന്നു ഇതാ ടീറക്സ് നമ്മളെ വെയ്ത്താലുണ്ട്. ഇപ്പോൾ ടീറക്സ് നമ്മളെ വെയ്ത്താലുണ്ട്. ഒരു കടിക്ക് നമ്മൾ ചാവുഞ്ഞ്. വണ്ടിക്കോ ബാക്കിൽ വരുന്നുണ്ടോ? ഇതാ വരുന്നുണ്ട് ടീറക്സ് വരുന്നുണ്ട്. മോനെ ആ കാടും മലൊക്കെ പൊട്ടിച്ച് ടീറക്സ് വരുന്നുണ്ട്. ഇത് കഴിയില്ല, ഇനി നമ്മളിത് ഇവിടെ വെക്കണം. ഓക്കെ ടീറക്സ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വരട്ടെ കരുവോ. യെസ് അല്ല ഈ നേരത്ത്. ഓ യെസ് ടീറക്സ് നമ്മൾ ട്രാപ്പ് ആക്കടാ. സത്യം പറയാം, എന്നെ കൊണ്ട് വിശ്വസിക്കാട്ടില്ല ഇതിന് ട്രാപ്പ് ആക്കിയത്. സത്യം പറയാലോ, എനിക്ക് വിശ്വസിക്കാട്ടില്ല ഇതിനെ ട്രാപ്പ് ആക്കിയത്. ഞാൻ ഇത്തിരി ഓവർ റിയാക്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. സത്യം പറയാം, ഞാൻ മണിക്കൂറോളായി ഇതിനെ പിന്നാലെ ഇരിക്കണേ. ഹവേഴ്സ് ഞാൻ എൻ്റെ ഹവേഴ്സ് ഓഫ് ഡെഡിക്കേഷനാണ് ഇതിന് പിടിക്കാനുള്ളത്. ഈ ഒരൊറ്റ ട്രാപ്പ് ഡോർ, ഈ ഒരൊറ്റ ഡോറിൻ്റെ ഇതിലാണ് നിൽക്കണേ. ആലോചിച്ചോക്ക, ഒരു കടിക്ക് നമ്മൾ ഇപ്പോഴും ചാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തന്ന മിഷനെ നമ്മൾ റെഡിക്ക് തീർത്തിരിക്കുന്നു. ഓക്കെ ഇതിൻ്റെ ഒരു കടിക്ക് നമ്മൾ ഇപ്പോഴും ചാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഞാൻ എന്നാലും ഇത്ര ഈസി ആയിട്ട് എനിക്ക് കിട്ടും കരുതിയോ. ഞാൻ ആ ടൈം തന്നെ കറക്റ്റ് കയറിയുണ്ട്. ജസ്റ്റ് ഒന്ന് വയച്ചിക്കണമെന്നുണ്ട് എല്ലാം പോയിന്. അത് കേജിലാണ്ടായിരുന്നു. ഇങ്ങോട്ട് കടിച്ചാൽ കഴിയോ? ഇങ്ങോട്ടൊന്ന് കടിച്ചാൽ കഴിയോ? ഓ കേജിലുണ്ടാകുമ്പോൾ കടിക്കാൻ കഴിയില്ലല്ലേ പുറത്തേക്ക്. നിനക്ക് നല്ല സിലിണ്ടർ അതിനുള്ളിൽ. എൻജോയ് യുവർ ലൈഫ്. ഓക്കെ ബ്രദർ ഒരു കടിന് കടിച്ച ജസ്റ്റ് എടുത്തു വന്നു പോ. വേണ്ട, ഇനി നമുക്കിപ്പോൾ എന്തായാലും ടീറക്സ് കേജിലായല്ലോ. നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മൾ ചെയ്യേണ്ടല്ല, നമ്മൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കളിച്ച് നമ്മൾ ഇവിടെ നിന്ന് ചാവും, അത്ര തന്നെ. കുഴപ്പമില്ല, നമ്മൾ റീസ്പോണ്ട് പോയിന്റ് എടുത്തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ആ കേജും ഇതൊക്കെ നമുക്ക് മേലെ നിന്നും ഇവിടെ ഭംഗിയായിട്ട് നോക്കാതല്ല. ഓക്കെ ഹായ് തെരിസിനോസോറസ്. ഇപ്പോൾ ഇതിയും പടം ചൊറിഞ്ഞാലോ രസത്തിന് വേണ്ട മര്യാദക്ക്. ടീറക്സും തെരിസിനോസോറസും കുട്ടികളെ കൈ കണ്ടോ? കുട്ടികളെ കൊന്ന് എടാ ടീറക്സിനെ പിടിച്ച 100 പിന്നെ ഒരു തെരിസിനോസോറസിൻ്റെ കുട്ടി. എടാ ഞാൻ ടീറക്സിനെ പിടിച്ച ആ കേജ്, ടീറക്സിൻ്റെ കേജ് ഇവിടുന്ന് ദൂരെ നിന്ന് കണ്ടോ കേട്ടോ. ഇവിടുന്ന് കാണാൻ കഴിയില്ല. അതാ ടീറക്സ്. ഓക്കെ എനിവേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ലൈക്ക് അർഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഓക്കെ എനിവേ ഞാൻ പറഞ്ഞ പ്രോമിസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫുൾ ബോഡി അയണാർമർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ട്രീ ഹൗസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ടീറക്സിനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതാണോ ഏറ്റവും വലിയ പ്രിഡേറ്റർ ലോകത്തേറ്റല്ലേ? അങ്ങനെയാണ് ഞാൻ ബെസ്റ്റ് 100 ടീറക്സിനോട് കടന്ന് കൊടുക്കണ ഞാൻ. എനിവേ
ഇതിന് തുറന്നു വിടണം. വേണ്ട വേണ്ട വേണ്ട, അവിടെ നിന്നാണ്, അവിടെ കുടുങ്ങി കിടക്കട്ടെ, നമ്മളെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ ഓക്കെ, എനിവേ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റിന് ഡൈ ഹാർഡ് ഫാനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റിന് ഡൈ ഹാർഡ് ഫാനാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതുപോലെ മോഡ് പാക്ക്, നെക്സ്റ്റ് ഏത് മോഡ് പാക്ക് ആണെന്നൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഏത് മോഡ് പാക്ക് ആണോ, നെക്സ്റ്റ് ഏത് ഗെയിം ആണോ, അത് മൈൻക്രാഫ്റ്റിനാണോ, അത് വേറെ മോഡ് പാക്ക് ആയിട്ട് വേണം. ഓക്കെ, എല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ ഫോളോ ചെയ്യാം. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യാം മസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. തീർച്ചയായിട്ടും പിടിച്ചാ.